നിങ്ങൾക്കറിയോ, സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവറാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടുന്നത് വരെ നമുക്കറിയാൻ പറ്റില്ല എന്താണ് ഗുഡ് സ്ലീപ്പ് എന്നുള്ളത്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു, സ്ലീപ്പ് ഡിപ്രിവേഷൻ്റെ നമുക്ക് മര്യാദക്ക് ഉറക്കം കിട്ടാതെ എന്നാൽ എന്തൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു സ്ലീപ്പ് എങ്ങനെ കിട്ടാന്നുള്ളത് ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോയി. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്ത് തരുന്നത് വെച്ചാൽ, നിങ്ങൾക്കായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആദ്യം സ്ലീപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കോമൺ പോയിന്റ്സ് പറഞ്ഞു എന്നിട്ട് പിന്നെ ഒരു ഷെഡ്യൂൾ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് തരാം, ഒരു എക്സാമ്പിൾ രീതിയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അതിൽ ഓരോരോ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ട് കറക്റ്റ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാച്ച് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാം. സ്ലീപ്പ് ഒരു സൂപ്പർ പവർ ആണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആൾക്കാർ തീരെ വില കൊടുക്കാത്തൊരു സംഭവമാണത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതായത് ആൾക്കാരുടെയൊക്കെ ചിന്താഗതി എങ്ങനെയാണ്, ഇന്ത്യൻ ചിന്താഗതി എങ്ങനെയാണ് അറിയോ, കുറച്ച് മുമ്പ് കൂടുതൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ നേരം നമ്മൾ കഷ്ടപ്പെടുക, അതായത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇതിലേക്ക് വന്നാലും കൂടുതൽ നേരം നമ്മൾ വർക്ക് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിലും. അപ്പോൾ നമ്മൾ കൂടുതൽ ഉറങ്ങി കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ടൈമിങ് കുറച്ചിട്ട് ആ നേരം കൂടി നമ്മൾ പഠിച്ചാൽ അല്ലെങ്കിൽ ആ നേരം കൂടി നമ്മൾ വർക്ക് ചെയ്താൽ അത്ര റിസൾട്ട് നമുക്ക് എക്സ്ട്രാ കിട്ടൂലേ എന്നായിരുന്നു ഇന്ത്യൻ ചിന്ത. അതേപോലെ തന്നെ ഇപ്പോഴും കുറേ ആൾക്കാരുടെ ചിന്ത. പക്ഷേ അതങ്ങനല്ല. അതെന്താ പറയുക, ഒരു ഇൻവേഴ്സ്ലി റിലേറ്റഡ് മാതിരിയാണ്. അതായത് സ്ലീപ്പിൻ്റെ എമൗണ്ട് കുറഞ്ഞതനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ട് കൂടുതലല്ല ചെയ്യുക, ഔട്ട്പുട്ടും കുറയുക ചെയ്യുക. ഡയറക്റ്റ്ലി റിലേറ്റഡ് അങ്ങനെയാണ്. സ്ലീപ്പ് കുറഞ്ഞതനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ട് കുറയും. അതെന്താ വെച്ചാൽ, സ്ലീപ്പിന് നമ്മുടെ കോഗ്നിറ്റീവ് എഫക്റ്റുകൾ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ നെഗറ്റീവ് സംഭവങ്ങൾ ഞാൻ പറയുന്നില്ല, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള നമ്മളെ ബോഡിയിലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ നമ്മളെ ഇമോഷൻസ്, ഇങ്ങനെ എല്ലാത്തിലും സ്ലീപ്പിന് ഭയങ്കര രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഉറക്കം എന്ന് പറയുന്നത് ആ ഉറക്കത്തിൻ്റെ ടൈമിന് മാത്രം, ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയുള്ളത് മാത്രമാണ് എന്ന് വിചാരിച്ച് പോകുന്നതുകൊണ്ടാണ് സ്ലീപ്പ് ഡിപ്രിവേഷൻ ഉണ്ടാവുന്നത്. അതുപോലെ ഔട്ട്പുട്ട് കുറയുന്നത് അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് കുറയുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ഇത് ഒരു നല്ലൊരു സ്ലീപ്പ് കിട്ടുന്ന വരെ ഇങ്ങനെയായിരുന്നോ നല്ല സ്ലീപ്പ്, ഇങ്ങനെയായിരുന്നോ ഞാൻ ഫീൽ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നത് വരെ ഇതറിയില്ല. സ്ലീപ്പ് ഡിപ്രിവേഷൻ ആണ് നമുക്കുള്ളത് നമ്മളറിയില്ല. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ 99% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 90% ആൾക്കാരും ഇതിന് വില കൊടുക്കാതെ ആകെ 5-6 മണിക്കൂർ ഉറങ്ങുമ്പോൾ, ഇഫ് യു ജസ്റ്റ് സ്ലീപ്പ് ദ അഡ്യൂക്കേറ്റ് എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് ഐ ആം റെഫറിങ് ഇൻ ദിസ് വീഡിയോ, യു ക്യാൻ സിംപ്ലി ഔട്ട് വർക്ക് ദം. അപ്പോൾ മനസ്സിലാക്കുക, മോർ വർക്ക് ഈസ് നോട്ട് മോർ റിസൾട്ട്, സ്മാർട്ട് വർക്ക് ഈസ് ഈക്വൽ ടു മോർ റിസൾട്ട്. സ്ലീപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ലൈറ്റ്. ഏത് ലൈറ്റ്? സൺലൈറ്റ്. നമ്മൾ ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ സൂര്യപ്രകാശം കിട്ടാൻ നോക്കുക. സൂര്യൻ ഉദിച്ച് വരുന്ന ടൈം ഉണ്ടല്ലോ, സണ്ണ് ലോ സോളാർ ആംഗിളായി നിൽക്കുന്ന സമയത്ത് നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു സമയം ഉണ്ടാവും. അതായത് ഭയങ്കര വെയിലൊന്നുമില്ല, പക്ഷെ ഒരു ഗോൾഡ് കളറിൽ ഇങ്ങനെ സൺലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ മേത്ത് കെട്ടിയാൽ നമുക്ക് ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഏർലി മോർണിംഗിൽ, ഇപ്പോൾ ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 6:30 ശേഷമൊക്കെ വരുന്ന ആ സൺലൈറ്റ് ഉണ്ടല്ലോ, ദാറ്റ്സ് പെർഫെക്റ്റ്. അപ്പോൾ ആ സൺലൈറ്റ് ഒരു 5 to 10 മിനിറ്റ് കിട്ടാൻ നോക്കുക. അതിപ്പോൾ ഒരു സണ്ണി ക്ലൈമറ്റ് ആണ്. അതായത് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു വേനൽക്കാലമാണല്ലോ, അപ്പോൾ ഒരു സണ്ണി ക്ലൈമറ്റ് ആയിരിക്കും. അതേസമയം ക്ലൗഡഡ് ആണെന്നുണ്ടെങ്കിലും സൺലൈറ്റ് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ട്, ആ ഒരു ചുറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവിടെ വെയിൽ വേണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ ചുറ്റുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, സൺലൈറ്റ് ഉണ്ട്. ഞാൻ പകലത്തെ കാര്യമായിട്ട് പറയുന്നത്, സൺലൈറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലൗഡഡ് ആണെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയിട്ടൊരു നമ്മൾ നോർമലി സണ്ണി ആയിരിക്കുന്ന സമയത്ത് 5 to 10 മിനിറ്റ് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതൽ നേരം നിൽക്കേണ്ടി വരും, ഒരു 30 മിനിറ്റ് ഒക്കെ നിൽക്കേണ്ടി വരും. ബട്ട് എനിവേ, മേക്ക് ഷുവർ യു ആർ ഗെറ്റിംഗ് സൺലൈറ്റ്. ആ സൺലൈറ്റ് കിട്ടാൻ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കോൺടാക്ട് ലെൻസസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഐസ് വെച്ചാണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാം. ഈ വിൻഡോസിലൂടെ അല്ലെങ്കിൽ കാർ വിൻഡോസിലൂടെ അല്ലെങ്കിൽ കൂളിംഗ് ഉള്ള വിൻഡോസിലൂടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. നമ്മൾ പ്ലെയിൻ ഐ വെച്ചാണ്ട് നോക്കുന്ന ആ എഫക്റ്റ് കിട്ടില്ല. യു ക്യാൻ ബ്ലിങ്ക് ആസ് നെസസറി. പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിൽ, സണ്ണ് കുറച്ചുകൂടി ടൈം കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി കുത്തണ പോലെ ആവും. ഇപ്പോൾ പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിക്ക് ഇങ്ങനെ തുറച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു ക്യാൻ ബ്ലിങ്ക് ആസ് ഇഫ് നെസസറി. ആൻഡ് സണ്ണുമൊക്കെ തന്നെ നോക്കണം എന്നില്ല, ആ ഒരു വെളിച്ചുള്ള ഭാഗത്തേക്ക് ഇറങ്ങി നിന്നാൽ മതി. എല്ലാ ദിവസവും നമുക്കിത് പോസിബിൾ ആവണമെന്നില്ല, എന്നാലും ഒരു 80-85% ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൺലൈറ്റ്, മോർണിംഗ് സൺലൈറ്റ് കിട്ടുക എന്നുള്ളത്. ഇനി മോർണിംഗ് സൺലൈറ്റ് കിട്ടൂലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എണീക്കുന്നത് കുറച്ചുകൂടി നേരത്തെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ സൺലൈറ്റ് ഡയറക്റ്റ്ലി ആ ഒരു ടൈം പുറത്തേക്ക് ഇറങ്ങലാണ്. പക്ഷേ ഇതിനൊരു വഴിയുണ്ട്. 10,000 ലക്സ്
ലൈറ്റിൻ്റെ എനർജി കാണിക്കുന്ന സംഭവം ലക്സ്. അപ്പോൾ 10,000 ലക്സ് എങ്കിലും ഉള്ള ലൈറ്റ് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ലൈറ്റ് വാങ്ങിയിട്ട് നമ്മൾ എണീറ്റേക്കിനും അത് ഇട്ടാലും മതി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ നോർമൽ LEDs കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിലുള്ള, അതൊന്നും സൺലൈറ്റിൻ്റെ അത്ര പവറില്ല. ഈവൻ ദോ സൺലൈറ്റ് നമുക്ക് കാണുമ്പോൾ അത്രയും കുത്തണ പോലെയല്ല, പക്ഷേ LED നോക്കുമ്പോൾ ഭയങ്കര കുത്തണ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഈ LED ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. സൺലൈറ്റ് ആകെ സ്കാറ്റർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് തോന്നാത്തത്. സൺലൈറ്റ് എന്ന് പറയുന്നത് മിനിമം 10,000 അതിൻ്റെ മുകൾക്ക് ഉണ്ടാവും ലക്സ്. പക്ഷേ അതേസമയം നമ്മൾ LED ഒന്ന് വെച്ച് നോക്കിയാൽ മതി, ആകെ കുറച്ചുണ്ടാവുള്ളൂ, 10,000 ഒന്നും ഉണ്ടാവില്ല നോർമൽ ലൈറ്റുകൾ. അപ്പോൾ അത് നമ്മളെ കോർട്ടിസോള് സ്പൈക്ക്, അതേപോലെ നമ്മളെ സർക്കേഡിയൻ റിതം, ഈ സംഭവങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ആക്റ്റീവ് ആക്കാൻ ആ ഒരു LED മതിയാവൂല. അതുകൊണ്ടാണ് ഈ സൺലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൺലൈറ്റ് കിട്ടുന്നില്ല, നമ്മൾ നീക്കണത് ഒരു 4 മണിക്കൊക്കെയാണ് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആമസോണിലൊക്കെ പോയിട്ട് 10,000 ലക്സ് എങ്കിലും ഉള്ള LEDs വാങ്ങാൻ കിട്ടും. അങ്ങനത്തത് വാങ്ങാം. സൺലൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ മോർണിംഗ് സൺലൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈവനിങ് സൺലൈറ്റ്, അതായത് സണ്ണ് സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉദിക്കുന്ന സമയത്തും ലോ സോളാർ ആംഗിൾ ആയിരുന്ന പോലെ തന്നെ അസ്തമിക്കുന്ന സമയത്തും ലോ സോളാർ ആംഗിൾ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു റെഡിഷ് കളറായി നിൽക്കുന്ന ടൈമിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, ആ സൺലൈറ്റ് കിട്ടാൻ നോക്കാം. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഈ 9 to 5 വർക്ക് ചെയ്യണവർക്ക് അല്ലെങ്കിൽ ഫുൾ ടൈം ഓഫീസിൽ വർക്ക് ചെയ്യണവർക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ബട്ട് മാൻ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫാണോ ഇമ്പോർട്ടൻറ്റ് അതോ ആ ഒരു വർക്കാണ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങളെ ലൈഫ് ഓർഡറിലാക്കിയാലല്ലേ നിങ്ങൾക്ക് വർക്ക് നടക്കുള്ളൂ. ബിസിനസ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങളെ ലൈഫ്, നിങ്ങളെ ഹെൽത്ത്, ഈ കാര്യങ്ങൾ സെറ്റാക്കിയിട്ടല്ലേ എന്നിട്ടല്ലേ വർക്ക്. അപ്പോൾ ഈ സൺലൈറ്റ് കിട്ടുന്നത് ഏറ്റവും മോർണിംഗിൽ ആ ടൈമിലാണ്, പിന്നുള്ളത് ഏറ്റവും ഈവനിങ്ങിലാണ്. അപ്പോൾ ഈ ടൈമിൽ അധികം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇനി വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ യു ഹാവ് ടു ഗെറ്റ് ഇറ്റ്. അതിന് കുറേ ടൈമൊന്നും പറയണില്ലല്ലോ, 5 to 10 മിനിറ്റ് ആണല്ലോ. യു ഹാവ് ടു ഗെറ്റ് ഇറ്റ്. ആ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കുന്ന ടൈമിൽ നമുക്ക് സൺലൈറ്റ് കിട്ടി. പിന്നീട് അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ നാച്ചുറലി അവിടെ എന്താവണം, ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിം ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം, അത് പറഞ്ഞിട്ട് ആരും കേൾക്കണില്ല. രാത്രി ഇവർ എങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചാൽ രാത്രി ഏറ്റവും ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് കൊടുത്തുകൊണ്ട് വെക്കുകയാണ് കണ്ണാണാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ആക്ച്വലി ഇത് ഓപ്പോസിറ്റ്. നമുക്ക് പകലാണ് ഏറ്റവും കൂടുതൽ വെളിച്ചം വേണ്ടത്. രാത്രി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളെ ലൈറ്റ് ഡിം ആക്കി കൊണ്ടുവരണം. ഇനിയിപ്പോൾ ലൈറ്റ് ഇടുകയാണെങ്കിൽ തന്നെ യെല്ലോ, റെഡ് ലൈറ്റുകൾ ഇടുക. അതേപോലെ തന്നെ LEDs ഒഴിവാക്കുക, ഫ്ലിക്കറിങ് ഒഴിവാക്കാൻ വേണ്ടി. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഫ്ലിക്കർ ആയിക്കാണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ എടുത്താണ്ട് സ്ലോ മോഷൻ ആക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റുകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇൻകാൻഡസൻ ലാമ്പൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യല്. ഇപ്പോൾ ആ ബാക്കിലുള്ള ലാമ്പ് ഉണ്ടല്ലോ, അതാണ് ഞാൻ രാത്രി എൻ്റെ റൂമിൽ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്, ഉറങ്ങാനാവുമ്പോൾ. അപ്പോൾ ആ ലാമ്പ് ഇടുമ്പോൾ തന്നെ നമ്മളെ ബോഡിക്കാണ് മനസ്സിലാവും നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ രാവിലത്തെ സൺലൈറ്റ് കണ്ടു, വൈകുന്നേരത്തെ സൺലൈറ്റ് കിട്ടി, എന്നിട്ട് അതിന് ശേഷം ലൈറ്റുകളൊക്കെ ഡിം ചെയ്തു, LEDs കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഓഫാക്കി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇൻകാൻഡസൻ ലാമ്പ് ഉപയോഗിക്കുക. ഇത് ഒരു റെക്കമെൻഡേഷൻ ആണ്, ഇത് ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. അതായത് രാത്രി എന്ന് പറയുന്നത് ഏറ്റവും ബ്രൈറ്റ് കുത്തണ ലൈറ്റ് ഇട്ടുകൊണ്ട് എന്താണ് ഡിസ്റ്റർബ് ആക്കാൻ പാടില്ല ബോഡിനെ. എന്താ ലൈറ്റ് കുറച്ച് കൊണ്ടുവരണം നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈം ആവണതനുസരിച്ച്. ചുടി വാം ആയിട്ടുള്ള ലൈറ്റുകൾ ഇടാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉറങ്ങാൻ പോകുന്ന ടൈമിൽ ഒന്നില്ലെങ്കിൽ അങ്ങനത്തെ ലാമ്പ്, ഇൻകാൻഡസൻ ലാമ്പ്, വലിയ കുത്തലൊന്നും ഇല്ലാത്ത, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ലൈറ്റിലൊക്കെ ലാസ്റ്റ് ടൈം അതിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഇനി അടുത്തൊരു സംഭവമാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങാൻ പോകുന്ന റൂം എപ്പോഴും നോർമലി നമ്മൾ നിൽക്കുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും ഒന്നുകൂടി കൂളാവണം. ഞാൻ മോർണിംഗിൽ ഓഫീസിൽ പോവും, എന്നിട്ട് ഒരു 9 o'clock ആകുമ്പോൾ ഓഫീസിൽ പോവും. എന്നിട്ട് അവിടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. അപ്പോൾ അവിടെ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ അവിടെ എയർ കണ്ടീഷനിങ് ഉണ്ട്, AC ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നത് ഒരു 18 to 24 ഡിഗ്രിയിൽ. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നു. എന്നിട്ട് വീട്ടിൽ ഉറങ്ങാൻ പോകുമ്പോൾ മര്യാദക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇവിടെ എന്താണ്, ഇവിടെ കുറച്ചും കൂടി ചൂടുണ്ടാവും, ഇവിടെ AC ഇല്ല. അപ്പോൾ ഒരു 28 ഡിഗ്രി, അല്ലെങ്കിൽ രാത്രി ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ടാവും, ഒരു 28 ഡിഗ്രിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഉറക്കം മര്യാദക്ക് കിട്ടുന്നില്ലേനും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ നോർമലി നമ്മളെ റൂം എന്തായിരിക്കണം, നമ്മളെ ഒരു ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും 1-2 ഡിഗ്രി കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ഉറക്കം കിട്ടും. അപ്പോൾ ടെമ്പറേച്ചർ ഒന്നുകൂടി എന്താണ്, നമ്മളെ ബോഡി ടെമ്പറേച്ചർ ഒരു ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു സിമ്പിൾ ട്രിപ്പ് എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒന്ന് ഷവർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഒരു 6 o'clock ആ ഒരു ടൈമിലായിരിക്കും, 6:30 ആ ടൈമിലായിരിക്കും ഞാൻ ജിമ്മ് കഴിഞ്ഞാണ്ട് വരിക. എന്നിട്ട് ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിച്ചിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, കുളിക്കും. ഉറങ്ങുന്നതിന് മുമ്പാണ് കുളിക്കൽ. അപ്പോൾ നമ്മളെ ബോഡി ടെമ്പറേച്ചർ ഒന്നുകൂടി എന്താവും, കുറച്ചുകൂടി നമ്മളൊന്ന് കൂളാവും. അതുപോലെ തന്നെ AC ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റൂമിൽ AC സെറ്റാക്കിയിട്ട് 18 to 24 ഉള്ളിൽ സെറ്റാക്കി വെക്കുക. നമ്മളെ ഡേ ടൈമിനെക്കാട്ടും ഒന്നുകൂടി ടെമ്പറേച്ചർ കുറവാക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ
ജനവാതിലും വാതിലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ട്, ഞാനിപ്പോൾ അതാ ചെയ്യല്, ജനവാതിലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യും, ഒന്ന് അതിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ ഉണ്ടാക്കും. കാരണം രാവിലെ മുതൽ ഇങ്ങനെ വെയിൽ കൊണ്ട് ചൂടായി നിൽക്കില്ലേ, അപ്പോൾ അതൊന്ന് കുറച്ചുകൂടി കൂളാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത സംഭവമാണ് കഫീൻ എന്ന് പറയുന്നത്. കഫീൻ എന്താ നമ്മൾ നോർമലി എടുക്കുന്നത് എന്തിനാണ്? കഫീൻ എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലൻ്റ് ആണ്. അത് നോർമലി എടുക്കുന്നത് നമുക്ക് ഉറക്കം വരാതെ നിൽക്കാൻ, കൂടുതൽ ഫോക്കസ് കിട്ടാൻ, അലേർട്ടായി നിൽക്കാൻ, വർക്കൗട്ട് ബൂസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവം സ്ലീപ്പിനെ ഡിസ്റപ്റ്റ് ആക്കാതെ നോക്കണം. നമുക്ക് മോർണിംഗിൽ ഏർലി മോർണിംഗിലൊക്കെ എടുക്കണം, ഓക്കെ ഫൈൻ, പവർഫുൾ. പക്ഷേ ചില ആൾക്കാർ ഈവനിങ് ഒക്കെ വർക്കൗട്ടിന് മുമ്പ് കഫീൻ എടുക്കുന്നുണ്ട്. കഫീൻ എടുത്തു കഴിഞ്ഞാൽ, ഈവനിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പിനെ അത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കഫീന് ലൈഫ് എന്ന് പറയുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, 8 to 10 മണിക്കൂറൊക്കെ അതിന് ലൈഫ് ഉണ്ടാവും. 12 മണിക്കൂർ വരെ അതിന് ക്വാർട്ടർ ലൈഫ് ഉണ്ട് എന്നാണ്. അപ്പോൾ കഫീൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഏർലിയർ പാർട്ട് ഓഫ് ദ ഡേയിൽ അത് എടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ ഗെറ്റിംഗ് ഗുഡ് സ്ലീപ്പ്, രാവിലെ നല്ല റിഫ്രഷ്ഡ് ആയിട്ടാണ് എണീക്കുന്നത്, രാത്രി കിടക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഫൈൻ. ഇഫ് നോട്ട്, ട്രൈ ടു ടേക്ക് ഇറ്റ് ഏർലിയർ പാർട്ട് ഓഫ് ദി ഡേ. വൈകുന്നേരം എടുക്കേണ്ടെന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ആൾക്കാർക്ക് കഫെയിൻ എന്ന് പറയുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ, കഫെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോഫിയിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള പ്രീ വർക്കൗട്ടിലൊക്കെ ഉള്ള സംഭവമാണ്. അതിനെക്കുറിച്ച് മൊത്തമായിട്ട് അതിനൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്താണ് നാപ്പ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഷോർട്ട് സ്ലീപ്പ് നമുക്ക് പറയാം. നമ്മളെല്ലാവരും ചെയ്യണമായിരിക്കും, ഉച്ചക്ക് ഫുഡ് കഴിച്ചാലൊക്കെ പല ആൾക്കാരും ഒരു നാപ്പൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷേ ഒരു നാപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നാപ്പിന് നമുക്ക് എനർജി തരാൻ പറ്റും, എനർജറ്റിക് ആക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു സ്ലഗ്ഗിഷായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നാപ്പ് എടുത്ത് കഴിഞ്ഞാൽ പവർ ആക്കാൻ പറ്റും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്ലീപ്പിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പാടില്ല. നാപ്പ് ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കടന്നിട്ട് ഒരു 20 മിനിറ്റ് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, അലാറം വെച്ചാണ്ട് അതിനൊന്ന് കൺട്രോൾ ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു 90 മിനിറ്റ് 1 മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് കടന്നു. നമ്മൾ സാധാ ഉറങ്ങുന്ന പോലെ ആ ഉറക്കത്തിൻ്റെ സ്റ്റേജിലേക്ക് കടന്നു. ഇനി അവിടുന്ന് വെച്ചാണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ സ്ലീപ്പിനെ ഡിസ്റപ്റ്റ് ആവുകയാണ്. അതൊന്ന്. രണ്ടാമത്, നമുക്ക് 1 മണിക്കൂറൊക്കെ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രി നമുക്ക് ഉറക്കം വരുന്നതിനും അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നാപ്പ് എന്ത് ചെയ്യുക, ഒരു 20 മിനിറ്റൊക്കെ ആക്കിയിട്ട് ചുരുക്കുക. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ഈ നാപ്പ് നമുക്കിപ്പോൾ ഒരു ദിവസം മര്യാദക്ക് സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉച്ചക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ, ആ ഒരു ഉറക്കം തൂങ്ങിയ ആ ഒരു എഫക്റ്റ് ഒഴിവാക്കാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഈ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു സംഭവമാണ്, ആൻഡ്രി ഹ്യൂബർമാൻ്റെ ഒക്കെ വീഡിയോസിൽ കാണുന്നുണ്ടാവും, NSDR എന്ന് പറഞ്ഞിട്ട്, നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ ആ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാലും അത് ഏകദേശം ഒരു മെഡിറ്റേഷൻ പോലെയൊക്കെ തന്നെയാണ്. അത് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിഫ്രഷിങ് എനർജി കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു ഈസൊക്കെ ബാഡ് സ്ലീപ്പാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് റിഫ്രഷ് ആവും. ലാസ്റ്റത്തെ ഒരു സംഭവമാണ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, എനിക്ക് കുറേ കാലം ഉണ്ടായിരുന്നൊരു മിസ്റ്റേക്കാണ് മൗത്ത് ബ്രീത്തിങ് എന്നുള്ളത്. അപ്പോൾ ഈ മൗത്ത് ബ്രീത്തിങ് ഒഴിവാക്കണം. നമ്മൾ സ്ലീപ്പിലായിക്കോട്ടെ, ഇനിയിപ്പോൾ ഡേ ടൈമിലായിക്കോട്ടെ, നോസ് ബ്രീത്തിങ്ങിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ ഹ്യൂമൻസ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ അനിമൽസൊക്കെ, ഒരുവിധ അനിമൽസൊക്കെ നോസ് ബ്രീത്തേഴ്സാണ്. അപ്പോൾ ഈ മൗത്ത് ബ്രീത്തിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് വായിൽ പല പ്രശ്നങ്ങളും വരുന്നത്. പല്ല് പൊന്തുന്നതും, പല്ലുകൾ അലങ്കോലായി നിൽക്കുന്നതും, സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവുന്നതും, ഉറക്കത്തിൽ നെട്ടി എണീക്കണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ മൗത്ത് ബ്രീത്തിങ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹാബിറ്റ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് അതെന്താവും, നാച്ചുറലി നമ്മൾ അങ്ങനെ ആയി മാറും. അപ്പോൾ നമ്മളെ ബോഡി എന്താവും, അതിന് ഫെസിലിറ്റേറ്റ് ആവും, അതിനനുസരിച്ചാവും. ഇപ്പോൾ മൗത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, മൂക്കിലൂടെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ കുറേ ഹെയർസ് ഉണ്ട്, കുറേ പൊടികൾ തടയുന്നുണ്ട്. ആ ഒരു പോകുന്ന എയറിനെ മോയ്സ്ചറൈസ് ആക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഒരുപാട് വേറെയും കുറേ ഫെസിലിറ്റീസ് മൂക്കിലുണ്ട്. ശരിക്കും അതിലൂടെയാണ് ശ്വാസം എടുക്കേണ്ടത്. മൗത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രീം വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷനിൽ എടുക്കാനുള്ളതാണ്, മൂക്കിന് എന്തെങ്കിലും ബ്ലോക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ മൗത്ത് ബ്രീത്തിങ് നോർമലായി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇനി മൗത്ത് ബ്രീത്തിങ് എന്നുള്ളത് ഒരു വലിയ ടോപ്പിക്കാണ്. അതിനെക്കുറിച്ചൊരു ബുക്കുണ്ട്, ജോസ് എ ഹിഡൻ എപ്പിഡമിക്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ബുക്കുണ്ട്, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കാറുണ്ട് മൗത്ത് ബ്രീത്തിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, സ്ലീപ്പ് ചെയ്യുമ്പോൾ നോസിലൂടെ ബ്രീത്ത് ചെയ്യുക. അതെങ്ങനെ ചെയ്യുക വെച്ചാൽ നമ്മളെ ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു മൗത്ത് ബ്രീത്തർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമല്ലോ, റണ്ണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുക മാക്സിമം. പിന്നെ ചില ആൾക്കാർ കമൻറ്റിൽ എന്താ പറഞ്ഞു, ഇങ്ങനെ ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം മൗത്തിലൂടെ വിടണ്ടേന്നൊക്കെ. അത് കുറച്ച് നേരം ഉള്ളൂ, അത് അവിടെ എങ്ങനെയാണോ പറയണത് അങ്ങനെ ചെയ്യാം. നമ്മളല്ലാതെ ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ നിൽക്കുമ്പോൾ കോൺഷ്യസ് ആയിട്ട് മൂക്കിലൂടെ ശ്വാസം വിടാൻ ശ്രദ്ധിക്കാം. പിന്നെ ഒരുപാട് ലെവലിക്ക് മൗത്ത് ബ്രീത്ത് ചെയ്താണ്ട് നമ്മൾ വായ അതിനനുസരിച്ച് സെറ്റായി, നമ്മുടെ ബോഡി അതിനനുസരിച്ച് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത സംഭവമാണ് നോസ് ബ്രീത്തിങ്. ഇനി ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു ഷെഡ്യൂൾ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഡേ ഇൻ ലൈഫ് എന്നുള്ള രീതിയിൽ ഓർഡറിലാക്കിയിട്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈവനിങ് കഴിഞ്ഞു, 7 മണിയൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മാക്കുക. അതെ, നമ്മൾ LED കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് എമൗണ്ടൊക്കെ കുറച്ചതിന് ശേഷം നമ്മൾ ഇൻകാൻഡസൻ ലാമ്പ്, നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യും. ഇൻകാൻഡസൻ ലാമ്പുകൾ കൂടുതലാക്കിയിട്ട് ഈ LEDs ഒക്കെ ഒഴിവാക്കിയിട്ട് രാത്രി ഫുള്ളൊരു വാം അല്ലെങ്കിൽ ഒരു റെഡ് ടൈപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആക്കുക. LED മാക്സിമം ഒഴിവാക്കാൻ നോക്കുക, അതിൻ്റെ ഫ്ലിക്കറിങ് നമ്മളെ കണ്ണിന് നല്ലതല്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ബ്ലൂ ലൈറ്റുകൾ, ഫോണ്, TV ഇങ്ങനത്തെ സംഭവങ്ങൾ, അതിൻ്റെ ബ്ലൂ ലൈറ്റ് മാത്രമല്ല അതിനുള്ള സ്റ്റിമുലേഷൻ ഉണ്ടാവുമല്ലോ. അതായത് നമുക്കിപ്പോൾ ഓരോ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളെ മൈൻഡ് ഇങ്ങനെ വേറെ സ്റ്റിമുലേറ്റ് ആവുകയാണല്ലോ. അപ്പോൾ ആ സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക ഒരു മണിക്കൂർ മുമ്പെങ്കിലും. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോഫി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈവനിങ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം, ഈ സ്ലീപ്പിനോട് ക്ലോസ് ആയ ടൈമിൽ എടുക്കാൻ പാടില്ല. കാരണം സ്ലീപ്പിൻ്റെ 8 to 10 മണിക്കൂർ മുമ്പ് ഇതായിരിക്കും നിങ്ങളെ ലാസ്റ്റ് ഒരു ടൈം. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. സ്ലീപ്പിനോട് ക്ലോസ് ആയിട്ട് കോഫി അല്ലെങ്കിൽ വേറെ ചായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹൈ കഫൈനുള്ള ഐറ്റംസ് ഒന്നും എന്ത് ചെയ്യരുത്, എടുക്കരുത്. യുവർ റൂമിനെ കൂൾ ടെമ്പറേച്ചർ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നില്ലെങ്കിൽ AC ഇട്ട് കണ്ട് എന്ത് ചെയ്യാം, നമ്മളെ നോർമൽ ഡേനെ കാട്ടും 1-2 ഡിഗ്രി കുറച്ച് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല ഫാനും കാര്യങ്ങളൊക്കെ ഇട്ട് ജനാതിലും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് എയർ സർക്കുലേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടി കൂളാക്കുക. ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, ശ്രദ്ധിച്ചു. ഇനിയുള്ള സംഭവമാണ് ഒരു വൈൻഡ് ഡൗൺ റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇൻകാൻഡസൻ ലാമ്പോ അല്ലെങ്കിൽ ക്യാൻഡിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പലതും ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഫിക്ഷന് നിങ്ങൾ വായിക്കുന്ന ആളാണ്, കഥകളൊക്കെ വായിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫിക്ഷനായിട്ട് ബുക്ക് എന്തെങ്കിലും വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നോൺ ഫിക്ഷനും വായിക്കുക, ഇത് നിങ്ങളെ ഇഷ്ടം. അങ്ങനെ ബുക്ക് എന്തെങ്കിലും വായിക്കുക. ടെക്നോളജി കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതല്ലാതെ വേറൊരു ഓപ്ഷനാണ് ജേർണലിങ്. നമ്മൾ സാധാ ഇപ്പോൾ നോർമൽ ആൾക്കാർക്ക് അറിയുണ്ടാവും, ഡയറി ഒക്കെ എഴുതുമല്ലോ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ, അതേപോലത്തെ സംഭവമാണ് ജേർണലിങ്. ജേർണലിങ്ങിനെ പറ്റിയും അതെങ്ങനെ ചെയ്യേണ്ടത്, അതിൻ്റെ ഉപകാരങ്ങൾ കാര്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ നോർമലി ഡയറി എഴുതുന്ന പോലെ ജേർണലിങ് ചെയ്യുക. അതേപോലെ നാളത്തെ ഗോൾസുകൾ ഉണ്ടല്ലോ, നാളെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അത് ഇന്ന് തന്നെ എഴുതി വെക്കുക. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാത്രി കിടക്കുന്നതിൻ്റെ ആ ഒരു അരമണിക്കൂർ മുമ്പ് ലോ ഇൻറ്റൻസിറ്റി വാം ലൈറ്റുകളിൻ്റെ കീഴിൽ നിന്നിട്ട് അടിയിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റും. ഇത് ഒരു റൂട്ടീനാക്കി കൊണ്ടുവന്നാൽ അതിൻ്റെ ഒരു മെച്ചം എന്താ പറയുക വെച്ചാൽ, നിങ്ങളിപ്പോൾ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഓഫാക്കി റൂമിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു, നിങ്ങളൊരു ഷവറൊക്കെ എടുത്തു, നിങ്ങളൊന്നുകൂടി കൂളായി. എന്നിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻകാൻഡസൻ ലാമ്പിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ പ്ലാനിങ് കാര്യങ്ങൾ ചെയ്യുകയാണ്, എന്നിട്ട് നിങ്ങൾ ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ ഇതെന്ന് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിക്ക് അറിയാം, ഈ ലൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഈ കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഉറങ്ങാനുള്ള ടൈമായി. നാച്ചുറലി നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ പതുക്കെ ഇങ്ങനെ ഉറക്കം വരാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു, റീഡിങ് പറഞ്ഞു, അതല്ലാന്നുണ്ടെങ്കിൽ ജേർണലിങ് പറഞ്ഞു. പിന്നെ അതേപോലെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കുറച്ച് മടി പിടിച്ചിരിക്കുന്ന സംഭവമാണ് സ്ട്രെച്ചിങ് പറയണത്. നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യണവർക്ക് അറിയുണ്ടാവും, സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സേഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബെറ്റർ ഹാബിറ്റ് ആയിക്കാരം. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖുറാൻ ഓതാ, അല്ലാന്നുണ്ടെങ്കിൽ ഖുറാൻ റെസിറ്റേഷൻ കേൾക്കാം. പിന്നെ മെഡിറ്റേഷൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ബ്രീത്തിങ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, മെഡിറ്റേഷൻ ഒരു 4 സെക്കൻഡ് ഉള്ളിലേക്ക് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 4 സെക്കൻഡ് പുറത്തേക്ക് ഇങ്ങനെ വിട്ടുകൊണ്ട് ആ ടൈപ്പിലോ, അതല്ലാന്നുണ്ടെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻ ആയിട്ട് യൂട്യൂബിലുണ്ടാവും, അങ്ങനത്തെ എന്തെങ്കിലും മെഡിറ്റേഷനൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു അരമണിക്കൂർ എന്താണ് നമ്മളെ സിസ്റ്റത്തിനൊന്ന് സ്ലോലി ഇങ്ങനെ സ്ലീപ്പ് കൊണ്ടുപോകാനുള്ള ഒരു റൂട്ടീനായിട്ട് ഇങ്ങനെ ഒരു വൈൻഡ് ഡൗൺ റൂട്ടീന് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഫുഡിനെ കുറിച്ച് പറഞ്ഞുതരാം. ഫുഡ് എന്ന് പറയുന്നത് ഉറങ്ങുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പെങ്കിലും ഫുഡിൻ്റെ കൺസംഷൻ ലിമിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ 9 മണിക്ക് ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഫുഡ് കഴിക്കേണ്ടത് ഒരു 6 മണി, മാക്സിമം പോയാൽ 7 മണി, ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഫുഡിൻ്റെ കൺസംഷൻ നിർത്തുക. അപ്പോൾ ഒരു 6 to 7 മണി, 6 മണിക്കോ 7 മണിക്കോ ഫുഡ് കഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ 2 മണിക്കൂർ ഡൈജസ്റ്റ് ചെയ്യാൻ ഗ്യാപ്പുണ്ട്, എന്നിട്ട് 9 മണിക്ക് ഉറങ്ങുക. സാധാരണ ആൾക്കാർ എങ്ങനെ ചെയ്യൽ, പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കും രാത്രി, എന്നിട്ട് നേരെ വന്നാണ്ട് പറഞ്ഞാണ്ട് ഒറ്റ ഉറങ്ങലേക്ക് കയറും. ഈ സംഭവങ്ങളൊന്നും ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ അതേപോലെ ആവാൻ പാടില്ല. അതിന് ഇപ്പോൾ അടുത്തൊരു റിപ്പോർട്ട് വന്നിരുന്നു, ന്യൂസിലെല്ലാം കണ്ടിരുന്നു. ഫുഡ് കഴിച്ചാണ്ട് നേരെ ഉറങ്ങിയിട്ട് ഹേർട്ട് അറ്റാക്കിൻ്റെ അളവ് യൂത്തിൽ കൂടിയ സംഭവമൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊന്നും വെറുതെ അല്ല പറയണത്. വീഡിയോ കുറച്ച് ലോങ് ആവുണ്ടാവും, ഇത് കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ലാസ്റ്റ് മീലിനെ കുറിച്ച് പറഞ്ഞു, ഫുഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി സംഭവമാണ് നമ്മൾ വെള്ളം കുടിക്കലുണ്ടല്ലോ. അപ്പോൾ നൈറ്റിക്ക് കിടന്നതിൻ്റെ ശേഷം ഒരുപാട് വെള്ളം കുടിക്കൽ ഒഴിവാക്കുക. ഡേ ടൈമിൽ ഒരുപാട് വെള്ളം കുടിക്കുക, നൈറ്റിക്ക് വരുന്തോറും അത് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരിക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വെള്ളം തീരെ നമുക്ക് ചെറിയ സിപ്പൊക്കെ എടുക്കുന്ന രീതിയിൽ ആ ഒരു ഡീഹൈഡ്രേഷൻ പോകാൻ വേണ്ടി ആ രീതിക്ക് എത്തിച്ചാൽ. അത് എന്തിനാ പറയണത് വെച്ചാൽ ഉറക്കത്തിനിടയിൽ നമുക്ക് ബാത്റൂം പോകാൻ മുട്ടും, അങ്ങനെ ഇൻട്രപ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. നൗ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, നമ്മൾ ബെഡിലെത്തി. ഇനി ബെഡിലെത്തി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഉറക്കം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉറക്കം എന്ന് പറയുന്നത് എന്താ പറയുക,
നമ്മളെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങി എന്ന് പറയാണ്ട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല, ഉള്ള ഉറക്കം കൂടി പോവുള്ളൂ. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് വരണം. നമ്മളെ ബോഡി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഈ എൻവയറമെൻറ്റിലൊന്നും ഒരു ത്രെറ്റും ഇല്ല, നമ്മൾക്ക് സ്റ്റിമുലേഷനും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലെത്തുമ്പോൾ നമുക്ക് നോർമലി ഉറക്കം വരും, നാച്ചുറലി ഉറക്കം വരും. ഇനി വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു അരമണിക്കൂർ നിങ്ങൾ കടന്നു, എന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദർ, ആ റൂമിൽ നിന്ന് പുറത്തിറക്കുക. എന്നിട്ട് എന്തെങ്കിലും ബോറിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ബുക്കോ, ഞാൻ പറഞ്ഞ ആ വാം ലൈറ്റ് ഉണ്ടല്ലോ, ബ്രൈറ്റ് ലൈറ്റ് ഇടരുത്, വാം ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം ഉറക്കം വരുന്നത് വരെ. എന്നിട്ട് ആ റൂമിലേക്ക് പോയാൽ മതി. അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ബോഡീനെ ട്രെയിൻ ചെയ്യാണ്. ആ റൂം എന്ന് പറയുന്നത് ഉറങ്ങാൻ മാത്രമുള്ളതാണ്. ആ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറക്കം വരണം. അപ്പോൾ ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുക, വർക്ക് ചെയ്യുക. എന്നിട്ട് ഉറക്കം വരുന്നത് വരെ വർക്ക് ചെയ്യുക. ഫോണും കളിച്ചരുത്, സ്റ്റിമുലേറ്റ് ചെയ്യരുത്. ബുക്ക് എന്തെങ്കിലും വായിച്ചാൽ അല്ലെങ്കിൽ ജേർണൽ ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്യുക, ബോറിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ നാച്ചുറലി ഉറക്കം വരും ഏതെങ്കിലും ഒരു ടൈമിൽ. അപ്പോൾ നേരെ പോയിട്ട് അവിടെ കടന്നുറങ്ങാം. അപ്പോൾ അതങ്ങനെ നമ്മളെ ബോഡീനെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ ആ ഒരു റൂമിലേക്ക് എത്തി, ആ ഒരു ലൈറ്റിൽ ആ ഒരു നേരത്ത് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാച്ചുറലി ഉറക്കം വരും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്, റൂമിൽ ക്ലോക്ക് വെക്കാതൊക്കെയാണ് നല്ലത്. കാരണം നമുക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മളിപ്പോൾ സ്ലീപ്പ് ഡിപ്രിവേഷൻ അല്ലെങ്കിൽ മര്യാദക്ക് ഉറക്കം കിട്ടാത്ത ആളാണെന്നുണ്ടെങ്കിൽ, രാത്രി കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്ലോക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആങ്സൈറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ലീപ്പ് ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യല്ല, നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് ഹൈജീൻ അല്ലെങ്കിൽ സ്ലീപ്പ് റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബെഡ്റൂമിൽ ഉറങ്ങുന്ന റൂമിൽ ക്ലോക്ക് ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ റൂമിൽ ഫോൺ വെക്കുന്നതിന് പകരം റൂമിൽ എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ ക്ലോക്ക് വെക്കരുത് എന്ന് പറഞ്ഞു, അതിന് പകരം ഒരു ടൈം പീസ് വെച്ചാലും സമയം അറിയും. പക്ഷേ ഇതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വെക്കാൻ പറ്റണമെന്ന് നോക്കാം. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ, 8:45 ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ നാച്ചുറലി ഉറങ്ങുന്നുണ്ട്. അലാറം അടിക്കുമ്പോഴോ അല്ലെങ്കിൽ അലാറം അടിക്കുന്നതിന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പോ നാച്ചുറലി എണീക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നമല്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അലാറത്തിന് മുമ്പ് തന്നെ എണീക്കാൻ തുടങ്ങും. ജസ്റ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ്, അല്ലെങ്കിൽ അലാറം അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എണീക്കാൻ തുടങ്ങും. നമ്മളെ സർക്കേഡിയൻ റിതവും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചാവും. അപ്പോൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് ഫോണ് വേറെ ഏതെങ്കിലും റൂമിൽ വെക്കുക എന്നുള്ളത്. ഞാൻ നോർമലി മുകളിലാണ് കിടക്കുക, അപ്പോൾ താഴത്തായിരിക്കും ഫോൺ വെക്കുന്നുണ്ടാവുക. എന്നിട്ടൊരു നോർമൽ ടൈം പീസ് ഉണ്ടല്ലോ, നോർമൽ അലാറം വെക്കാൻ പറ്റുന്ന ക്ലോക്ക്, അതാണ് അവിടെ വെക്കൽ ചെറിയ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റൂമിൽ ക്ലോക്ക് വെക്കാതെക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതായത് ഇതിൽ ഏത് ഹാബിറ്റാണ്, കാരണം രണ്ടും മ്യൂച്വലി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. ഏതെങ്കിലും ഒന്ന് അവിടെ വേണ്ടി വരും, അലാറം വെക്കേണ്ടി വരും, അതിന് ചിലപ്പോൾ അവിടെ ഫോൺ വേണ്ടി വരും, അതല്ലെങ്കിൽ ടൈം പീസ് വേണ്ടി വരും. ടൈം പീസ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഹാബിറ്റ്, അവിടെ ഫോൺ വെക്കണമാണോ പ്രശ്നം, ക്ലോക്ക് വെക്കണമാണോ ഏറ്റവും പ്രശ്നം, അതല്ലാത്ത ഹാബിറ്റ് ചെയ്യുക. ക്ലോക്ക് അവിടെ വെക്കണമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അവിടെ ഫോൺ വെക്കുക. ഫോൺ വെക്കണമാണ് പ്രശ്നങ്ങൾ, ഫോണുമ്പോൾ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അവിടെ ഈ ടൈം പീസ് വെക്കുക അലാറുള്ള. രാവിലെ എണീറ്റതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സൂര്യപ്രകാശം കിട്ടാൻ നോക്കുക, ലൈറ്റ് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഡേ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയില്ല ഒരു ദിവസം എങ്ങനെ വേണമെന്നുള്ളത്. നമ്മളെ ഫുഡായാലും നമ്മളെ റൂമായാലും നമ്മളെ വർക്കൗട്ട് ആയാലും, വർക്കൗട്ടിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു. ക്ലോസ് ടു ബെഡ് ടൈം, അതായത് നിങ്ങളിപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ 8 മണിക്ക് 7 മണിക്കൊന്നും എന്ത് ചെയ്യരുത്, വർക്കൗട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം വർക്കൗട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി അവിടെ എന്തുണ്ടാവുന്നത്, കോർട്ടിസോൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് സ്ട്രെസ് ഹോർമോൺ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉറങ്ങുന്ന സമയത്ത് അത് കൂടുതലാവുന്നത് നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഏറ്റവും ഉറക്കത്തിന് ക്ലോസ് ആയിട്ടുള്ള ടൈമിൽ വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയൊരു ഐഡിയ കിട്ടില്ല, നിങ്ങൾ ഇത്രയും നേരം നിന്നുകൊണ്ട്, ഇതൊരു ലെങ്തി വീഡിയോ ആണ്, ഇത്രയും നേരം നിന്നുകൊണ്ട് നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ഇ ബുക്ക് ഉണ്ട്, എൻ്റെ ഒരു അൾട്ടിമേറ്റ് സ്ലീപ്പ് ഗൈഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിക്കണേ ഗൂഗിൾ ഡ്രൈവിൻ്റെ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ആണ്, എമൗണ്ട് ഒന്നുമില്ല. അപ്പോൾ അതിലുണ്ടാവും ഈ സമ്മറിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അരമണിക്കൂറുള്ള ഈ വീഡിയോ വെറുതെ വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. So hope it is helpful for you guys. See you in the next video.